നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിൽ എത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്ന് ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് അവരോട് ഒറ്റയൊരു കാര്യമേ ചോദിച്ചുള്ളൂ, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചു. ഇന്ന് പകൽ കർത്താവ് എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയത്തിൽ അത്ഭുതം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എത്ര വലിയതായിക്കോട്ടെ, നീ വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കാം ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇതിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഈ കുരുടരുടെ വിശ്വാസത്തിന്റെ മേൽ എന്റെ കർത്താവിന്റെ കരവാണ് അവിടെ പ്രവർത്തിച്ചത്. ഇവിടെ വചനം അതാ പറയുന്നത്, ദാവീദ് പുത്ര ഞങ്ങളോട് കണ്ണു തോന്നണമെന്ന് നിലവിളിച്ചുകൊണ്ട് അവർ പിന്തുടർന്നു. അവര് കർത്താവിന്റെ പുറകെ അവര് പിന്തുടർന്നു, വിട്ടില്ല. അവര് ആദ്യം ഒന്ന് ചോദിച്ചു കാണും, എന്നിട്ട് അവർ പുറകെ നിലവിളിച്ചു. ഇവർ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ കർത്താവ് കേട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ വിശ്വാസം അവര് വിട്ടുകൊടുത്തില്ല. 2 കുരുടന്മാരാണ് ഇവിടെ പുറകെ പോകുന്നത്, കർത്താവിന്റെ പുറകെ പോവുക. ദാവീദ് പുത്ര ഇവിടെ വെച്ച് ദാവീദ് പുത്ര ഞങ്ങളോട് കണ്ണ തോന്നണമേ. ഇന്ന് കർത്താവ് കരുണയുള്ള കർത്താവാ. ആ കർത്താവ് നമ്മളോട് കരുണ ഉള്ളവനാ. ഹല്ലേലൂയ. ചോദിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, ഈ കർത്താവ് മറുപടി തരുമെന്ന്. കുറച്ചു നേരം നിലവിളിച്ചിട്ട് പിന്തിരിഞ്ഞു പോയില്ല. അവർ കുറച്ച് നടന്നിട്ട് തിരിഞ്ഞു നടന്നില്ല. അവർ പുറകെ നടക്കിയ യേശുവിന്റെ പുറകെ. ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് കർത്താവ് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഇതാ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പ്രാർത്ഥനാ വിഷയം? നിങ്ങളുടെ ജീവിതത്തിൽ മറുപടി ലഭിക്കാതെ കിട്ടുന്ന ഏതിലാ നീ ഭാരപ്പെട്ടിരിക്കുന്നത്? കർത്താവിന് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇതിൽ ഞാൻ അത്ഭുതം ചെയ്യുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടെ ആ 2 കുരുടന്മാർ പറഞ്ഞു, കർത്താവേ. ഇന്ന് എന്റെ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ചോദിക്കുവാണെങ്കിൽ മറുപടി ഉവ്വെന്നാണോ? അതോ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും സംശയിച്ചു നിൽക്കുവാണോ കർത്താവ് മറുപടി തരുമോ എന്ന്? ഇല്ല പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് മറുപടി തരാൻ കഴിയാത്തതായ ഒരു വിഷയവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ മുൻപിൽ ഒന്നുമില്ല, അവന് മറുപടി തരാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എന്നാൽ ഇവിടെ ഈ 2 കുരുടന്മാർ വിശ്വസിച്ചതുപോലെ വിശ്വാസത്തോടെ പറഞ്ഞു, കർത്താവേ ഇതിന്റെ മേൽ നിനക്ക് മറുപടി തരുവാൻ ഇന്ന് ചിലപ്പോ പ്രശ്നങ്ങൾ കൂടി വരുവായിരിക്കാം. ഇല്ല, എന്റെ കർത്താവ് ഇതിന്റെ മേൽ അത്ഭുതം ചെയ്യും. എന്റെ കർത്താവ് മതിയായവനാ, ഇതിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ കർത്താവേ നീ മതിയായവനായെന്ന് കുരുടന്മാർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു. ഹല്ലേലൂയ. യേശു ചോദിച്ചതിന് അവൻ മറുപടി കൊടുത്തു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് കാഴ്ച ലഭിച്ചു. യേശു പറയുന്നത് ഇന്ന് അതുവാ, നിങ്ങളുടെ വിശ്വാസം പോലെ നീ എന്ത് വിശ്വസിക്കുന്നോ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഈ കർത്താവ് മതിയായവനെന്ന് നീ വിശ്വസിക്കുന്നോ, ഉറപ്പായിട്ടും എന്റെ കർത്താവിന്റെ മേൽ അത്ഭുതം ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് നിരാശപ്പെടുന്ന ഭാരപ്പെടുന്ന വ്യക്തികളെ ഒക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ആ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, ആ ഹൃദയത്തിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ആ വിശ്വാസം ഹല്ലേലൂയ ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങി മാറട്ടെ. എന്റെ കർത്താവിന്റെ അത്ഭുത കരം അവിടെ ചലിക്കുന്നതിനായി സ്തോത്രം. കണ്ണ് കാണാത്ത ഒരു കുഞ്ഞിനെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ കുരുടന്മാരെ സൗഖ്യമാക്കിയ കർത്താവ് ഹല്ലേലൂയ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ മതിയായവനാണല്ലോ. അപ്പാ വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ കർത്താവെ നിന്റെ കരം അവിടെ ചലിക്കുന്നതിനായ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം. കുഞ്ഞിന് പൂർണ്ണ കാഴ്ചപ്പ നീ കൊടുത്തിരിക്കുക സ്തോത്രം. എന്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലല്ലോ നാഥ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ചിട്ട് വിടുതൽ ലഭിക്കാതെ ഭാരപ്പെടുന്ന വ്യക്തി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ഈ വചനം ഈ വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ മടുത്തു പോകാതെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. കർത്താവെ നിന്റെ മക്കളെ നീ സഹായിക്കണം. പൂർണ്ണമായ ഒരു വിടുതൽ ഈ മക്കളുടെ ജീവിതത്തിൽ അപ്പാ നീ കൊടുത്തിരിക്കാൻ സ്തോത്രം, അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. എല്ലാവരെയും അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.